ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത്, ലാസ്റ്റ് ടൈം ഞാൻ ടെസ്സിലുള്ള വേക്കൻസീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടെസ്സിൽ ഇപ്പോൾ ഒത്തിരി അധികം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷൻസും അതുപോലെ പഠിപ്പിക്കാനുള്ള റിസോഴ്സസ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണുള്ളത്. അത് ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനാവട്ടെ, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ന്യൂ ടീച്ചേഴ്സിനാവട്ടെ, അവർക്കാണെങ്കിലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ UAE ടീച്ചിങ് പാറ്റേണിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ കൂടി കിട്ടും. മാത്രമല്ല, ഇത് ഒരു ബേസിക്കലി ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്ന PPTs കൂടുതലും തന്നെ UK കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും UAE ആ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടർ, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസ്, ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നതിൽ ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസ്, അസൈൻമെൻറ്റ്, ഹോംവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിട്ടുള്ള അടിപൊളി ഒരു PPT നമുക്ക് ഈ ഒരു ടെസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ടീച്ചേഴ്സ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ട്രസ്റ്റഡ് ആണ്. പിന്നെ ഇതിലേക്ക് UAEക്ക് സ്പെഷ്യലായിട്ട് UAE ലിങ്ക്, അതായത് UAE ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനൊരു സ്ലൈഡും, അതുപോലെ UAE റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം PPTയിൽ. അപ്പോൾ അതും ഒക്കെ മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡൺ ആയിരിക്കും. ഇതുപോലെ PPTs ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിങ്കിൾ അല്ലേ. അപ്പോൾ ട്വിങ്കിളിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻറ്റേജ്ഡ് ആണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഡിഫറൻഷിയേഷൻ ഒക്കെ ഇതിലാണുള്ളത്. ഇവിടെ ട്വിങ്കിളിലാകുമ്പോൾ PPT കിട്ടും, പക്ഷെ അതിൽ ഡിഫറൻസിയേഷൻ ഒന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്, എല്ലാ PPTസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കൂ. പിന്നെ ഒരു വാട്സപ്പ് ലിങ്ക് നമുക്കുണ്ട്. അപ്പോൾ വേക്കൻസീസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു ജോയിൻ ടു ദ വാട്സപ്പ് ലിങ്ക് ആസ് വെൽ. ദെൻ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഗൂഗിളിൽ വന്നു, ഇവിടെ നമുക്ക് ടെസ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ, TES ടെസ്. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഈ ഒരു ടാബ് ടെസ് എഡ്യൂക്കേഷൻ ജോബ്സ് ടീച്ചിങ് റിസോഴ്സസ് സ്കൂൾ സോഫ്റ്റ്വെയർസ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് റൈറ്റ് ടോപ്പിൽ ലോഗിൻ ബട്ടൺ ഉണ്ട്. ലോഗിൻ ചെയ്ത് നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് അതിലുണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ടീച്ചിങ് റിസോഴ്സസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ ഏർലി ഇയേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, സ്പെഷ്യൽ നീഡ്സ് എല്ലാത്തിൻ്റെ റിസോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഇത് താഴെ കാണാൻ നമുക്ക് ഡോളേഴ്സ് എഴുതിയേക്കുന്നത് 2.5033 അങ്ങനെയൊക്കെ ഡോളേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതുണ്ട്. പക്ഷേ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല PPTs ഉണ്ടെങ്കിൽ നമുക്കിത് മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യാം. ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഡോളർ സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ ഒരു PPT ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 1 ദിർഹംസ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അതെങ്ങനെയാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ അകത്ത് PPTs സെല്ല് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് PPT ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് PPTs എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉറപ്പായിട്ടും ഫ്രീ ആയിട്ടുള്ളതായിരിക്കില്ല വരുന്നത്, ഫ്രീ അല്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ വരും. ഇപ്പോൾ ഇനിയിപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ PDF ആണ്, ഇത് ഫയൽസ് PDF ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, മുകളിൽ കാണാൻ പറ്റും. ഇവിടെ $0.00 ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു പ്രൈമറിയുടെ ഒരു PPT ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ഈ സൈറ്റിൽ വന്നിട്ടല്ല ഡൗൺലോഡ് ചെയ്യാറ്, കാരണം ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ സെയിം PPT തന്നെ ഡിഫറെൻറ്റ് എമൗണ്ട്സിലുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതിലും ബെറ്റർ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിലേക്ക് പോകണം, ഇവിടെ വരണം. അപ്പോൾ എനിക്ക് ഒരു ടോപ്പിക്ക് ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ട് സർക്കുലേഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഹാർട്ട് സർക്കുലേഷൻ
എനിക്ക് വേണ്ടത് ഇയർ 6 ഒരു പി പി ടി ആണെന്ന് വെച്ചോ. ഇയർ 6 എന്ന് പറയുമ്പോൾ ഗ്രേഡ് 5. ഓക്കെ, അതിലെ ഒരു പി പി ടി ആണെങ്കിൽ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് ഹേർട്ട് സർക്കുലേഷൻ ഇയർ 6, ടെസ് എന്ന് എടുക്കുന്നു. ഓക്കെ, ടെസ് പി പി ടി എടുക്കുന്നു. പി പി ടി ആണല്ലോ വേണ്ടത്. സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. അതിൽ തന്നെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് ഓപ്ഷനിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നു ടെസ്സിൻ്റെ സൈറ്റ് ഇവിടെ കാണാം. ഹേർട്ട് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് പവർ പോയിൻറ്റ് ലെസൺ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വന്നത് ഫ്രീ വേർഷനാണ് ഇവിടെ വന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഇൻപുട്ടിൽ ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ ലോഗിൻ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ ലോഗിൻ ചെയ്ത് വയ്ക്കണം. ഈതർ നമുക്ക് ലോഗിൻ പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് ആക്സസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലോഡിങ് ആയിട്ടുണ്ട്. കണ്ടോ, ഡൗൺലോഡായി. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫയലിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ എടുത്ത് നോക്കാം. ഓപ്പൺ ചെയ്യുക. ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും എപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ ആ സിപ്പ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും 2 ഡോക്യുമെൻ്റാണ്. ഒന്ന് നമുക്ക് ഡോക്സ് എന്നുള്ള ഫയൽ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയത് കണ്ടോ, ഒരു വർക്ക്ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാം ഉണ്ട് കണ്ടോ, മാച്ച് ദ ഫോളോയിങ് പോലെ വരുന്ന ഒരു അടിപൊളി വർക്ക്ഷീറ്റ് നമുക്കിവിടെ അവൈലബിൾ ആയി. നമുക്കിത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പി പി ടി നമുക്ക് നോക്കാം. പി പി ടിയിൽ തന്നെ ഡിഫറൻസിയേഷൻ ഉണ്ടാവും, അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, സ്പോർട്ട് ഡെമോ ആവട്ടെ അല്ലാത്ത ഡെമോ ആവട്ടെ കിട്ടുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ സ്പോട്ട് ഡെമോ ഒക്കെ ആണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ പി പി ടി. സോ ലെറ്റ് മീ പ്രസൻറ്റ്. ഓക്കെ, സ്ലൈഡ് ഷോ, പ്ലേ ഫ്രം സ്റ്റാർട്ട്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മെഡിക്കൽ സ്കൂൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയാണിത്. അപ്പോൾ ഫ്രണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ടുഡേ വി ആർ ഫോക്കസിങ് ഓൺ ദ ഹേർട്ട് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം തുടങ്ങിയ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ലൈവായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമുക്ക് റെഫർ ചെയ്യേണ്ട യൂട്യൂബ് ലിങ്ക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഫാക്ട്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ മോഷൻസും എല്ലാമുള്ള നല്ലൊരു നല്ലൊരു പി പി ടി ആണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് എല്ലാം അവൈലബിൾ ആണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ഡിഫറൻസിയേഷൻസ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നോർമൽ ലെസൺസിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, പക്ഷേ നമ്മുടെ ഒരു ഡെമോ ക്ലാസ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറൊരു പി പി ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോവാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഹേർട്ട് സർക്കുലേഷൻ ഇയർ 6 ടെസ്റ്റ് പി പി ടി ഫ്രീ ഡൗൺലോഡ് ദെൻ വിത്ത് ഡിഫറൻസിയേഷൻ എന്നും കൂടി കൊടുക്കുകയാണ് കേട്ടോ. Then second one we are trying. So second one എടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ക്വിസ് ഉണ്ട്, പിന്നെ പ്ലസ് 2 ഉണ്ട്, പി പി ടി ഉണ്ട്. പി പി ടിയുടെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, എന്നിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. സോ ഇവിടെ ക്വിസും ഡയഗ്നോസ് മൈ പ്രോബ്ലം എവറിത്തിങ് ഇസ് ദെയർ. ദെൻ വെൻ ഇറ്റ് ഈസ് ഗോയിങ് KS2 ലെവലിലുള്ള ടീച്ചിങ് റിസോഴ്സസ്. ലെറ്റ് മീ സീ. ഇതൊരു ഫ്രീ ഡൗൺലോഡാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നമുക്കതും സിപ്പ് ഫയലായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതിലെ പി പി ടി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വിച്ച് വൺ ഇസ് ബെറ്റർ, വി ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, സോ സ്ലൈഡ് ഷോ ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കീവേഡ്സ് ഉണ്ട്, ടോപ്പിക്കിൻ്റെ നെയിമുണ്ട്, പിന്നെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടോ, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. അതൊരു നമുക്ക് വേണ്ടൊരു കാര്യമാണ്. പിന്നെ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ഉണ്ട് ഇതിൽ, പിന്നെ ബിഗ് പിക്ചർ,
ഉള്ള ലേണിംഗ് ഔട്ട്കംസ് എഴുതിയിട്ടുണ്ട്. ലേണിംഗ് ഔട്ട്കംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലെ നല്ല അനിമേറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ടൈപ്പ് ഓഫ് ബ്ലഡ്, ഓക്കെ, ദിസ് ഇസ് വെരി ഗുഡ്. ആൻഡ് ഡീറ്റെയിൽസ് ഉണ്ട്. ദ ജേർണി ഓഫ് ബ്ലഡ് അറൗണ്ട് ദ ബോഡി, സം ഓഫ് ദ ക്വസ്റ്റ്യൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്വിക്കസ് കൊടുത്തിട്ടുണ്ട്. ക്വിക്കസ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ചെക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ആക്ച്വലി ദിസ് PPT. സോ ക്വിസസ് ആർ ദർ. ദെൻ വെൻ ഇറ്റ് ഈസ് ഗോയിങ്, ഓക്കെ, ഇത് ലിങ്ക് ഉണ്ട്, യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ വീഡിയോ കാണിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ. ദെൻ ഇനി കമ്പോണൻസിൽ ഇത് 3 ഡിഫറൻസിയേഷനാണ് കൊടുത്തേക്കണം, കണ്ടോ, ഗ്രീൻ, യെല്ലോ ആൻഡ് സം, കണ്ടോ, ഇങ്ങനത്തെ കുട്ടികളുടെ നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ കളർ കോഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഡിഫറൻസിയേഷനായിട്ട്. എക്സാം ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് 10 മിനിറ്റ്സിൽ. എന്നിട്ട് ഇവിടെ സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യമാണ്. സെൽഫ് അസസ്മെൻ്റൊക്കെ നമ്മുടെ ഡെമോയിൽ അത്യാവശ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതുമുണ്ട്. എല്ലാം അത്യാവശ്യം അവൈലബിൾ ആണ്. പ്ലീനറി മാത്രമാണ് ഇവിടെ ഇല്ലാത്തേ. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ഇവിടെ പ്ലീനറി ആയിട്ട് തന്നെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അറ്റ് ലാസ്റ്റ് ആണല്ലോ കൊടുത്തത്. അപ്പോൾ ഇത് റൂബ്രിക്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. റൂബ്രിക്സ് എന്ന് വെച്ചാൽ മാർക്ക്, ക്രൈറ്റീരിയ എല്ലാം ഉണ്ട്. സോ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഈ PPT ആണ് ബെറ്റർ PPT അല്ലേ. സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിനി ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അല്ലേ, ഈ PPTs ഒക്കെ ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഡെയിലി ലെസൺസിനാവട്ടെ ഡെമോയ്ക്കാവട്ടെ നമുക്ക് ഇത് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വേറെ ആപ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഗാമ സോഫ്റ്റ്വെയർ കണ്ടിട്ടുണ്ടായിരുന്നു PPT ഉണ്ടാക്കുന്നത്. അതുകൂടാതെ നമ്മൾ ട്വിങ്കിളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും അല്ലാതെ ഇപ്പോൾ സ്ലൈഡ് ഷെയർ അതുപോലത്തെ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങാത്ത ഫ്രീ സോഫ്റ്റ്വെയർസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ഡിയേഴ്സ്.